ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബീസിന് വെയിറ്റ് ഗെയിനിങ്ങിന് സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാതെ അല്ലെങ്കിൽ അവരുടെ വെയിറ്റിൻ്റെ ഇതൊക്കെ ആലോചിച്ച് നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലേ. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ മോൾക്ക് പല ടൈപ്പ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവൾ ചില ദിവസമൊക്കെ അവൾ പച്ചവെള്ളം പോലും കഴിക്കാണ്ടൊക്കെ നടക്കണതാണ്. എനിക്ക് ടെൻഷനാണ്. എല്ലാം കൊടുത്തെങ്കിൽ തുപ്പിക്കളയും, ഒന്നും കഴിക്കുന്നില്ല. അപ്പം എനിക്കതൊക്കെ ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാനും ഒന്നും കഴിക്കാറില്ല ആ ടൈമിൽ. അവൾ കഴിക്കാതെ നടക്കുമ്പോൾ നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെ തോന്നുന്നു. അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. എനിക്കും ഫുഡ് കഴിക്കാൻ തോന്നാറില്ല കേട്ടോ. ഇപ്പം അവളുടെ ബോഡിയിൽ ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കും. നമ്മൾ ഇന്നും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടും കാര്യമില്ല. അവർക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഉണ്ണികളുടെ ബോഡിയിൽ ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കൊടുക്കാത്തതുകൊണ്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മളൊരു നട്ട്സ് പൗഡറാണ്. അപ്പോൾ അതിന് മുന്നേ ഈ നട്ട്സ് ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഉണ്ണികൾ അതിനുള്ള പ്രായമായൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ എല്ലാ നട്ട്സും മക്കൾക്ക് പറ്റണമെന്നില്ല. അവർക്ക് ഓരോന്നും കൊടുത്ത് അവർക്ക് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ എല്ലാം കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു നോർമലായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, അവർ ആ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് ഞാനും അത് കൊടുത്ത് നോക്കട്ടെ, അല്ലെങ്കിൽ അവർ ഇത് ചെയ്യുന്നുണ്ടെന്ന് ഞാനും ഇത് ചെയ്ത് നോക്കട്ടെ. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതും തന്നെ നമ്മുടെ മക്കൾക്ക് അതൊക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ചില മക്കൾക്ക് ചിലതൊക്കെ ഭയങ്കര അലർജിക്കായിരിക്കും. ഇവിടെ ഒന്നെങ്കിൽ അതിൻ്റെ സ്മെല്ല് പറ്റില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് ഒന്നും ചെയ്യരുത്. എൻ്റെ മോൻ അവരുടെ അത്ര ഇല്ല, അല്ലെങ്കിൽ എൻ്റെ മോൾ ഇത്രയ്ക്ക് ഇല്ല എന്നൊന്നും ഒരിക്കലും നമ്മൾ മക്കളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഈ ചബ്ബി ആവുക എന്നുള്ളതല്ല ഈ വെയിറ്റ് ഗെയിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഏജിനനുസരിച്ചുള്ള ബോഡി വെയിറ്റ് അവരുണ്ടോ, കുറേ വീർത്തിട്ടുള്ള തടിയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ളതുകൊണ്ട് ഹെൽത്തി ആവണമെന്നില്ല. നമ്മുടെ മക്കൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മക്കളും അവരുടെ ബോഡി ഒരേപോലെ ആയിരിക്കില്ല. ചില മക്കൾ നല്ല ചബ്ബി ആയിട്ടിരിക്കുന്നുണ്ടാവും, ചില കുട്ടികൾ തീരെ വണ്ണം വയ്ക്കാത്ത ടൈപ്പ് ആയിരിക്കും, പക്ഷെ അവർ വെയിറ്റ് ഉണ്ടാവുമായിരിക്കും. ഇപ്പം എൻ്റെ മോള് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം അവൾ വെയിറ്റ് നല്ലോണം, അവളുടെ ഏജിനുള്ള വെയിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവളെ കാണുമ്പോൾ തീരെ വണ്ണില്ലാത്ത പോലെ തോന്നുന്നു. അപ്പം തന്നെ കുറേ പേര് ചോദിക്കും, മോള് തീരെ തടിയില്ലല്ലോ, ഭക്ഷണമൊന്നും കഴിക്കണില്ല. അപ്പം ഞാൻ പറയും അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇപ്പോൾ അവൾ നോർമലായിട്ടുള്ള വെയിറ്റ് ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ തീരെ തടിയില്ലാത്ത പോലെ ഉണ്ട്, അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്ക്, അത് കൊടുക്ക്, ഇത് കൊടുക്ക്. അപ്പം ഞാൻ പറയും എനിക്കറിയാം എന്താ കൊടുക്കണ്ടേന്നുള്ളത്. നിങ്ങൾ ആ ഒരു മൈൻഡിൽ മാത്രം നടന്നാൽ മതി. നിങ്ങളുടെ മക്കൾക്ക് എന്താ കൊടുക്കണേന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക, അതല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്. അപ്പം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ അങ്ങനെ ഇരുന്ന് പറഞ്ഞു പോകും. അപ്പം അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം കൊടുക്കുന്നതിന് മുന്നേ മറ്റുള്ളവർ അത് കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് എല്ലാം കുട്ടികൾക്ക് കൊടുക്കരുത്. നമ്മുടെ മക്കൾക്ക് പറ്റുന്ന ഫുഡ് ഏതാണോ എന്ന് മാത്രം നോക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ നട്ട്സിൻ്റെ പൗഡർ തന്നെ എല്ലാ മക്കൾക്കും നട്ട്സ് പറ്റണമെന്നില്ല. നട്ട്സ് അലർജിക്ക് ആയിട്ടുള്ള മക്കളാണെങ്കിൽ അവർക്കത് കൊടുക്കരുത്. ഇപ്പോൾ ചില നട്ട്സിൽ എല്ലാ നട്ട്സും കുഴപ്പമുണ്ടാവില്ല, ചില നട്ട്സ് അവർക്ക് പറ്റാത്തുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് ആദ്യം ബദാം പറ്റിയിരുന്നില്ല, ബദാം അവൾ കഴിക്കുകയില്ലായിരുന്നു. പിന്നേക്ക് മനസ്സിലായ അലർജി അല്ലാതെ അവർക്ക് ഇഷ്ടമല്ലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നട്ട്സുകൾ പൊടിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. ഈ നട്ട്സുകളല്ലാതെ ഞാൻ കൊടുക്കുമ്പോൾ അവൾ ഒട്ടും കഴിക്കില്ലായിരുന്നു, ഒക്കെ പറക്കി കളയായിരുന്നു ചെയ്തിരുന്നത്. അത് കൂടി അതിൽ കാഷ്നട്ട് മാത്രമേ കഴിക്കുള്ളായിരുന്നു. അപ്പോൾ ഈ പൊടിക്കുന്ന കാരണം എല്ലാ നട്ട്സുകളും അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന നട്ട്സുകൾ മാത്രം എടുക്കുക, ഇതിൽ കാണിച്ച എല്ലാ നട്ട്സുകളും എടുക്കണം എന്നില്ല. അപ്പം ഇതെനിക്ക് എല്ലാം ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലോട്ടസ് സീഡൊക്കെ ഇടാം. അപ്പോൾ എനിക്ക് ഇത് ഇവിടുന്ന് അടുത്ത് കിട്ടാത്ത കാരണമാണ് ഞാൻ ലോട്ടസ് സീഡ് ഇടാഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന നട്ട്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബദാം, കാഷ്നട്ട്, പിന്നെ അതുപോലെ പിസ്ത, വാൾനട്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ ഞാൻ കുറച്ച് സീഡുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, അങ്ങനെ കുറച്ച് സീഡുകളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ഏതൊക്കെ പറ്റുക നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എല്ലാതും ഓരോന്ന് കൊടുത്തിട്ട് ഏതെങ്കിലും പറ്റാത്തുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ മക്കൾക്ക് പറ്റുന്ന സീഡുകൾ വെച്ച്, അല്ലെങ്കിൽ സീഡുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സീഡുകൾ കൊടുക്കുക. ഇവർ നോർമലായിട്ട് ഇതൊക്കെ തന്നെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അത്രയും പൊടിയാക്കിയിട്ടല്ല, കാരണം പാലിട്ട് കഴിഞ്ഞാൽ മോൾ കഴിക്കില്ല, കാരണം അതിൻ്റെ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല. അപ്പം ഞാൻ അവൾ കഴിക്കുന്ന ഫുഡിൽ അത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ നട്ട്സ് പൗഡർ കൊടുക്കാറില്ല കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളത് അനുസരിച്ച് വേണം നിങ്ങൾ കൊടുക്കാൻ. പാലിട്ടപ്പോൾ ഭയങ്കര സ്മെല്ല് പാലിൻ്റെ സ്മെല്ല് ചേഞ്ച് ആയപ്പോൾ അവൾ കുടിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവൾ കഴിക്കുന്ന ഫുഡിൽ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കൊടുത്തു തുടങ്ങി. എങ്ങനെയെങ്കിലും ഒരു സ്പൂൺ അവരുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ ഫുഡ് ഭയങ്കര ഹെൽത്തി ആയിരിക്കും. എങ്ങനെയെങ്കിലും എത്തിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യും വേണം കേട്ടോ. എന്തൊക്കെ ഒരു ദിവസം ഫുൾ 3 നേരം അല്ലെങ്കിൽ 4 നേരമൊക്കെ അവർ ഭക്ഷണം കഴിച്ചു, പക്ഷേ ആ കഴിക്കുന്ന ഫുഡിൽ അവർക്കുള്ള ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ അവർക്ക് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പോൾ വീഡിയോയിലെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്ന കാരണമാണ് ഞാൻ സെപ്പറേറ്റ് എല്ലാം എടുത്ത് പറയാഞ്ഞത്. അപ്പോൾ എല്ലാ നട്ട്സുകളും സെപ്പറേറ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് സീഡുകളെല്ലാം കൂടി ഞാൻ ഒരുമിച്ചാണ് റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ പൊടിക്കാൻ പാടുള്ളൂ. പൊടിച്ചിട്ട് നമ്മളൊരു ഗ്ലാസ് ജാറിൽ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ കുറച്ച് നാളൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.